കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛൻ നിങ്ങളോട് ചില നോട്ടുകൾ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് കുർബാന കഴിയുമ്പോൾ പറയുന്ന വിഷയങ്ങൾ ഒന്നെങ്കിൽ ഈശോ ആരാധനയിൽ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളിലൊക്കെ വെളിപ്പെടുത്താൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് അസ്വസ്ഥനാണ്. എന്തിനാ അസ്വസ്ഥനാണ്? കൃപാസനത്തിൽ വരുന്ന സാമ്പത്തികമായ ഭാരങ്ങളുള്ളവരുടെ മേൽ ക്യാൻസർ പോലെ തന്നെ അവരുടെ കാര്യങ്ങളിൽ അസ്വസ്ഥനാണെന്ന് പറഞ്ഞു. അത് കാര്യം ഞാനൊരു 1.5 മാസമായിട്ട് ഞാൻ ഈശോൻ്റെ അടുത്ത് പറയണൊരു വിഷയമാണ്. കാര്യം അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. സാമ്പത്തിക ഭാരമുള്ളവരെ 50 ലക്ഷം, 5 ലക്ഷം, 1 ലക്ഷമൊക്കെ കടമുള്ളവരെ. ഇപ്പോൾ 1 ലക്ഷമൊക്കെ കടമുള്ളവർക്ക് തോന്നും 50 ലക്ഷം കടമുള്ളവർക്ക് തോന്നും പോയിന്നെ ഞാൻ 1 ലക്ഷം കടമല്ലേ. അങ്ങനെയല്ല. ആ 1 ലക്ഷം കടമുള്ളവരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് കൊണ്ട് അവർ 50 ലക്ഷത്തിൻ്റെ കടമാണ് ഫീൽ ചെയ്യണത്. അവർക്ക് വേറെ മാർഗമില്ല. ഇന്നത്തെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് സാമ്പത്തിക മേഖലകളിൽ വിഷമം അനുഭവിക്കുന്നവരെന്ന് സുന്ദരമായ സാക്ഷ്യം പറഞ്ഞിരുന്നു. ആ ചിട്ടിയുടെ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. കാര്യം അവർ 100 പേരാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ചിട്ടി തുടങ്ങിയതേ ഉള്ളൂ. 100 പേരുള്ള ചിട്ടി അവർ തുടങ്ങിയതേ ഉള്ളു. അവർക്കൊരു മെറിറ്റുമില്ല, ഉടമ്പടി ചെയ്തു എന്നുള്ള ഒറ്റ യോഗ്യതയേ ഉള്ളു. അപ്പോൾ ആദ്യത്തെ ചിട്ടി തന്നെ അവർക്ക് തന്നെ വലിച്ചു കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം, ഞാൻ സാമ്പത്തിക ഭാരമായിട്ടാണ് വന്നിരിക്കുന്നത്, എങ്കിലും അമ്മയുടെ മാതൃവാത്സല്യത്തിലാണ് ഇരിക്കുന്നത്. അമ്മ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. പക്ഷേ എൻ്റെ മക്കൾ ആ സമയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്മയെക്കൊണ്ട് തീരുമാനം ഉണ്ടാക്കിച്ചെടുക്കണം. കാര്യം ഈ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ വചനം പ്രഘോഷിക്കുന്ന പോലെ തന്നെ ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണ് സാക്ഷ്യം. എന്താ കാര്യം വെച്ചാൽ, സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരല്ലേ സാക്ഷ്യം പറയണത്. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചില ഉൾക്കാഴ്ചകൾ, ചില പ്രേരണകൾ, ചില വഴിനടത്തലുകളൊക്കെ ഉണ്ടാകും. ഞാൻ സാക്ഷ്യം ശ്രദ്ധിക്കും. എന്താ കാര്യം വെച്ചാൽ അവരെ എങ്ങനെയാണ് ദൈവം അവരെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്നറിയാൻ വേണ്ടി. കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണ മാർഗമായിരിക്കത്തില്ല, പുതിയ മാർഗമായിരിക്കും അവർ പറയണത്, ഇല്ലേ? ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, കുറവിലിങ്ങാടൊക്കെ അടുത്ത് വെച്ചെടുത്ത സാക്ഷ്യം പറഞ്ഞില്ലേ. അപ്പം അവരാ പത്രം പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. മകളുടെ MOHൻ്റെ പരീക്ഷയുടെ സമയത്ത് പത്രം പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന്. അപ്പം ഞാൻ കേൾക്കുന്നവർക്ക് തോന്നുന്നത് എന്നെ ആ പത്രം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാ കാണിക്കാനാണ്. അങ്ങനെ തോന്നുന്നവർക്കൊന്നും കാണിക്കത്തില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഴവങ്ങാടിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, കാതറിൻ്റെ സാക്ഷ്യം. കാതറിന് 25 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിലും ദുബായിൽ ജോലി കിട്ടാതെ തിരിച്ചു പോരുമ്പോൾ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്തുനിന്ന് വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസാന ഡേറ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് കാർ ഓടിച്ച് അയാളുടെ ഓഫീസിൽ പോകുമ്പോൾ ഈശോന് പറയും, ഈശോനെ ഇന്നാ വിളിക്കേണ്ടത് ദിവസം. അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ ഡാഷ് തുറന്നല്ല തന്നെത്താൻ തുറക്കും. അതൊക്കെ ഒരു ഭയങ്കര മിറക്കിളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറിൻ്റെ ഡാഷ് തുറന്ന് വീഴും. തുറന്നപ്പോൾ അതിൽ നിന്ന് കൃപാസനം പത്രം താഴേക്ക് വീഴും. പത്രം താഴേക്ക് വരുമ്പോൾ കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൈ കൊണ്ട് പത്രം എടുത്തിട്ട് എൻ്റെ മാതാവേ എന്ന് വിളിക്കും.
അതാണ് വിളി. അതാണ് എൻ്റെ അത്. പത്രം എടുത്തതല്ല വിളി പ്രശ്നം. പത്രം എടുത്തിട്ട് വിളിക്കും, എൻ്റെ മാതാവേ. പത്രം കാണുമ്പോൾ മാതാവിനെ ഓർക്കണം, അതാണ് വിഷയം. അമ്മയുടെ പത്രമാണിത്. എൻ്റെ മാതാവേ, ഞാൻ ഈ കാർ ഓഫീസിൽ എത്തുന്ന മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കണം. അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ആ ഓഫീസിലേക്ക് കയറി അയാൾ കാർ തിരിച്ചിടുന്ന സമയത്ത് ടക്കെന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും, നിങ്ങളുടെ വൈഫിന് സെലക്ഷൻ ആയിട്ടുണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും, ജോലിക്ക് പ്രവേശിക്കാൻ പറയും. ഇതാണ് നിൻ്റെ ഒരു രീതി എന്ന് പറയണത്. ആ കാറിൻ്റെ ഡാഷ് തുറന്ന് ആരാണെന്ന് കേൾക്കുന്നവർ ചിന്തിക്കണം. ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം നമ്മൾ ഇന്ന് കേട്ടു. എന്താ കേട്ടത്? 2.5 ലക്ഷം രൂപ കയ്യിലുണ്ട്, 1 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്താ, അമ്മയും മകളും പത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. മകളും ആ ടൈപ്പ് തന്നെയാണ്. അവൾ അകത്തിരുന്നുകൊണ്ട് പത്രത്തിൻ്റെ ഒരു കീറാണ് കയ്യിരിക്കണത്. അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം കുറച്ച് മുമ്പ് കേട്ടതാണ്. 4 വർഷമായിട്ട് ബന്ധമില്ലാത്തൊരു കമ്മ്യൂണിക്കേഷനാണ്. പണ്ട് പഠിച്ച കാലത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അയാൾ UK പോയി തിരിച്ചു വന്നു. ആ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ലിങ്കാകുകയാണ്. വിളിച്ച്, നീ ഗൾഫിൽ പോകണമെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അതേ പോകുന്നു, പക്ഷേ പൈസയുടെ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞെന്നുണ്ടെങ്കിലും രാത്രി ആ 1 ലക്ഷം രൂപ ബാങ്കിലിട്ട് കൊടുക്കും. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു ബന്ധവുമില്ല, ഒരാശയം, നമ്മളെ രക്ഷിക്കപ്പെടാനുള്ള, നമ്മൾ ഈ വിഷമസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ആശയവും നമ്മുടെ മനസ്സിലില്ല. ആകപ്പാടുള്ള ആശയം എന്താ? അമ്മ തന്നെ ആശയം. കൈ അടിച്ച് കിടത്താണ്. ഒരുമിച്ച് പാടുക. അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ അമ്മേ, ഈശോ തന്നൊരമ്മേ. സ്തുതികളെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ യൂട്യൂബിൽ മുഴുവനും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ സാക്ഷ്യങ്ങളും. കാര്യം ഓരോ മനുഷ്യർ കരയേറിയിരിക്കുന്നത് അവരവർക്ക് ഉടമ്പടി ഒരു ജനറൽ ഉടമ്പടിയുണ്ട്. പിന്നെ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പർട്ടിക്കുലറായിട്ടുള്ള അനുഗ്രഹ മാർഗങ്ങളുണ്ട്. ആ പർട്ടിക്കുലർ വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രേയർ ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. കാര്യം ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. യോഹന്നാൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ലുക്ക 3:6 ലുക്ക 3
3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ജനങ്ങൾ വന്ന് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഉള്ള ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിച്ച് പോകണം. ആരെയും ഭീഷണിപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പരുപരുത്തവ മൃദുവാക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ? അതാണ് സംഭവം. പരുപരുത്തവ മൃദുവാക്കപ്പെടും. യോഹന്നാൻ 3:4. യോഹന്നാനല്ല, ലൂക്കായുടെ സുവിശേഷം 3:4. പരുപരുത്തവ മൃദുവാക്കപ്പെടും. അപ്പം പരുപരുത്ത സ്വഭാവം ഉണ്ടെങ്കിലേ അത് മൃദുവാക്കണം നല്ലതായിരിക്കും. ആരോടായിരിക്കും? എല്ലാവരോടും മൃദുവായ സ്വഭാവമാണ്. പക്ഷെ കാശ് തരാനുള്ളവരോട് നമുക്ക് മൃദുത്വമൊന്നുമില്ല. അവൻ്റെ അമ്മക്ക് വിളിച്ചു, തന്തയ്ക്ക് വിളിക്കുക തന്നെ. ഉടമ്പടി ചെയ്തവരാണെങ്കിൽ ഇനി അങ്ങനെയുള്ള ആഭാസത്തരമായ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കി മൃദുവാക്കണം. എന്നുവെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, യവന്മാരോടൊക്കെ 2 തന്തയ്ക്ക് വിളിച്ചാൽ മാത്രമേ കാശ് ഇളകി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പഴയ മനുഷ്യനാ. യാക്കോബിൻ്റെ 4:4 എന്താ എഴുതിയിരിക്കണം എന്നറിയാമോ? ഈ ലോകത്തോട് ഉള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാ. ഇപ്പം ലോകത്തിൻ്റെ ഭാഷ നമ്മൾ തന്തയ്ക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരുഷമായി സംസാരിക്കുക, അപ്പത്തിൽ നമ്മൾ ലോകത്തിൻ്റെ മൈത്രിയായി. അതാണ് യാക്കോബ് 4:4 പറയണത്. എന്താ പറയണത്? നിങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ രീതി ഉപയോഗിച്ചാൽ, ലോകത്തിൻ്റെ ഭാഷ, ലോകത്തിൻ്റെ സ്വഭാവം, ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുതെന്ന് പറയണത് ആ അർത്ഥത്തിലാണ്. പൗലോസിൻ്റെ വചനങ്ങളാണ്. ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. പിന്നെ എന്നാ ചെയ്യണം? സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. കൊളോസ്യ 3:10. കൈ അടിച്ച് കർത്താവ് കർത്താവേ, വചനങ്ങൾ നൽകണമേ കർത്താവേ. വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നൽകണേ കർത്താവേ. വചനം ജനങ്ങൾക്ക് മനസ്സിലാകണമേ കർത്താവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പം നമ്മൾ ഇപ്പം ഈശോയുടെ ആത്മാവ് എന്നാ ചെയ്യണത്? ലൂക്കാ 3-ാം അധ്യായം 4, 5, 6 വചനങ്ങളിലെ കുന്നും മലയും നികർത്തപ്പെടും, വളഞ്ഞവർ ഋജുവാക്കപ്പെടും. അതായത് കുന്നായ്മയൊക്കെ ഇല്ലേ, ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ രീതിയിലുള്ള വളഞ്ഞ വഴികളില്ലേ. മലയാളികൾ അതിന് സൂപ്പർ പാർട്ടിയാണ്. എല്ലാം വളഞ്ഞ വഴികളിലൂടെ ഗേറ്റ് തുറന്നിട്ടാലും മതിൽ ചാടി മാത്രമേ അകത്ത് കയറത്തുള്ളൂ. ഇങ്ങനെ പഠിച്ചു പോയി. എന്ത് ചെയ്യാനാ? രക്തത്തിലുള്ളതാണ് പരിപാടി. കുരുട്ടും കുന്നായ്മയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, വചനം കർത്താവ് ഈ വളഞ്ഞ വഴി കൂടി വരത്തില്ല, നേരെ ആക്കേണ്ടി വരും. ഇപ്പം നമ്മൾ നുണ പറയണേ എന്തിനാ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ നുണ പറഞ്ഞാണ് ഇന്നുവരെ ജീവിച്ചത്, പേടിച്ചിട്ട് പറയണതാ, എന്നെക്കൊണ്ട് നീ നുണ പറയിപ്പിക്കരുത്. സീരിയസ് ആയിട്ട് എടുത്താൽ പറയിപ്പിക്കത്തില്ല. വൈദ്യകുമാർ സാറ് പറഞ്ഞ പോലെ ഇന്നത്തേക്ക് നുണ പറയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി, നാളത്തത് നാളെ പറയാം.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നാക്കെ കുറിച്ചിടണം. ഉടമ്പടി ചെയ്ത് നാവാണ് കർത്താവേ, ഇന്നത്തേക്ക് എന്നെക്കൊണ്ട് നുണ പറയിപ്പിക്കുക. എൻ്റെ വശം പോയാലും പകുതി പോയാലും എന്നെക്കൊണ്ട് നുണ പറയിപ്പിക്കരുത്. സന്ധ്യക്ക് കിടക്കാൻ നേരത്ത് പറയണം, ഈശോ ഇന്ന് ഞാൻ നുണ പറഞ്ഞിട്ടില്ല. നുണ പറയാത്ത ഒരു ദിവസം മാതാവേ, ഇപ്പോൾ ഞാനാണെങ്കിൽ മിക്കവാറും അൽഫോൻസാമ്മയായി പോകുന്നു. അല്ല, അതെന്നെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കൊണ്ട് അതെന്നെ ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഒരു വിശ്വാസിയെ 3 മാസം കൊണ്ട് വേദസാക്ഷിയാക്കി മാറ്റും. ദൈവം അതാ ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്നുണ്ട് സഭയിൽ. ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കേരളത്തിലെ 1 ലക്ഷത്തോളം ജനങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്നത്. ഉറങ്ങാൻ പോണത് കർത്താവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അവർ വിശുദ്ധിയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുക. ലോകത്തൊരനുഗ്രഹവും ആർക്കും കൊടുത്തില്ലെങ്കിലും ഉടമ്പടിക്കാരിക്ക് കർത്താവ് കരുണ ചൊരിയും. നമ്മളതാണ് കണ്ട് കാണുന്നത്. ഞാൻ ഒരു ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേക്ക് വളരെ സന്തോഷം തോന്നി. സാബു ചേട്ടന് പൊക്കൊക്കെ ഉണ്ടായിരുന്ന ചേട്ടൻ, ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. അത് ആ ചേട്ടായി പറഞ്ഞത്, എൻ്റെ ലോണിന് ശേഷമാണ് എക്കണോമിക് എമർജൻസി നാട്ടിൽ വന്നത്. അല്ല, അതല്ല പറഞ്ഞത്. ഫൈനാൻസ് അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിന് വന്നത് എൻ്റെ ലോണിന് ശേഷമാണ്. അതിന് സ്കീം മാറിപ്പോയെന്ന് പറഞ്ഞു. ആ സാക്ഷിയൊക്കെ ശ്രദ്ധിച്ചില്ലേ? സാമ്പത്തിക മേഖലയാണ് അമ്മ തൊട്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖല തൊട്ടിരിക്കുകയാണ് ശരിക്കും ആ സാക്ഷ്യം. അതായത് ലോൺ പാസ്സായതിനു ശേഷം ഭയങ്കര ഡിസാസ്റ്റർ വന്നിരിക്കുക. എന്താ പറ്റിയത്? ആദ്യം ഓക്കി വന്നു, 100 കോടി രൂപ കടമായി, അല്ലേ? അതിനുശേഷം എന്താ വന്നത്? പ്രളയം. 22,000 കോടിയാണെന്ന്. 22,000 കോടി കടമായി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ നട്ടെല്ല് തകർന്ന് മന്ത്രിമാർ പോലും വിദേശത്ത് പോലും പൈസ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരുടെ സന്മനസ്സിന് ആശ്രയിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ വരെ പോകേണ്ടി വന്നു. നമ്മൾക്ക് വേണ്ടി പോയതാണ് കേട്ടോ. അവരോട് നമുക്ക് നന്ദി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന് സാമ്പത്തികമായ തകർച്ച ഉറപ്പ് വരുത്തുമ്പോഴും ഈ മനുഷ്യൻ്റെ ലോൺ നമ്പർ എത്രയാണ്? 1938 എന്തൊക്കെയല്ലേ? അപ്പോൾ 1938 അങ്ങനെയുള്ള ആ ലാസ്റ്റ് നമ്പരാണ്. ഓക്കി ഉണ്ടായിട്ടും പ്രളയം ഉണ്ടായിട്ടും നീ ഉടമ്പടി ചെയ്ത ഈ ഉടമ്പടിയിലുള്ള വിഷയങ്ങൾ ഓക്കി ആയാലും പ്രളയമായാലും അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അതിനെ അതിജീവിക്കുമെന്നാണ് അമ്മ പറയണത്. കൈയടിച്ച് കർത്താണ് ശ്രദ്ധിക്കുക. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ 2020 ജനുവരി 4-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമേ തന്നെ അറിയുന്നത്. എൻ്റെ പേര് ബിജി, ഹസ്ബൻഡ് പേര് ജോസ്. ഞങ്ങൾ ഈ 2020 സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു മാനസിക പ്രശ്നങ്ങളും പറഞ്ഞറിയിക്കാൻ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒക്കെയും കേൾക്കുകയും എനിക്ക് അതുവഴി ഒരു വിശ്വാസം വരികയും അങ്ങനെ ഞാൻ 2020 ജനുവരി 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി പ്രകാരം ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദിവസേന 5:30-ക്കുള്ള പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഒന്നും മുടക്കിയിട്ടില്ല. ഉപവാസവും ഒക്കെയും കറക്റ്റ് സമയത്ത് ഉപവാസത്തോടെ ഇരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ആഴ്ചയിലും 1-2 ദിവസം ഉപവാസം എടുക്കുകയും പ്രാർത്ഥന ചിട്ടയായ രീതിയിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പതിയെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം പുനഃസൃഷ്ടിക്കുക തന്നെ ചെയ്തു. അതായത് ഏകദേശം ഒരു 20 വർഷത്തോളം എൻ്റെ ഹസ്ബൻഡ് മദ്യപാനത്തിനൊരടിമയായിരുന്നു. പല രീതിയിൽ അത് മദ്യപാനം
മാറ്റണമെന്ന് അദ്ദേഹത്തിന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റണമെന്നുള്ളത്. പക്ഷേ പറയും ഇനിയും കഴിക്കില്ല എന്ന് പറഞ്ഞാലും പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അത് വീണ്ടും അങ്ങ് തുടർന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ബൈബിളിൽ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന പോലെ മുമ്പേ എൻ്റെ കുടുംബം ക്രമീകരിക്കുക എന്നുള്ള ഒരു വചനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്ന് അത് വായിച്ച് അങ്ങനെ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ കുടുംബം ക്രമീകരിക്കുകയും അദ്ദേഹത്തിന് ഇതിലൊരു വിശ്വാസം വരികയും പ്രാർത്ഥനയിൽ എൻ്റെ ഒപ്പം കൂടെ ഇരുന്ന് 5:30 എഴുന്നേറ്റ് ഞങ്ങൾ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുകയും എങ്ങോട്ട് പോകുമ്പോഴും ആദ്യമേ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പോവുകയും അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ ഒപ്പം കൂടെ നിൽക്കുവാനും തുടങ്ങി. അതിന് ഫലമായി 2022 അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തോടെ ഇവിടെ വരികയും അദ്ദേഹത്തിന് സ്വന്തം പേരിൽ തന്നെ ഒരു ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ആ ഉടമ്പടി അതേ പ്രകാരം തന്നെ അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു മദ്യപാനം എന്നുള്ള ഒരു പൈശാചികമായ ആസക്തിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം എന്നേക്കുമായ ഒരു മോചനം ലഭിച്ചു. ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നി ഒരു വർഷം അല്ല 2 വർഷത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മദ്യപാനത്തിൻ്റെ ഒരു പൈശാചിക ശക്തിയില്ല. ഞങ്ങൾക്കിപ്പം സമാധാനത്തോടെ കഴിയുവാൻ സഹായിക്കുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് മൂത്ത ഒരു കുഞ്ഞൂടുണ്ട്, 10 വയസ്സുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ഒരു അസമാധാനം കാരണം ഞങ്ങൾക്കത് ലഭിച്ചില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലായി മാറി നിൽക്കുകയും ഒക്കെ ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിച്ചില്ല. പക്ഷേ ഈ ഒരു ഉടമ്പടിയിലൂടെ ഹസ്ബൻഡും വന്ന് കുടുംബസമാധാനം വീണ്ടും വീണ്ടും കിട്ടുക വഴി ഞങ്ങൾക്ക് ഒരു കുഞ്ഞൂടെ ലഭിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 6 മാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. മൂന്നാമതായുള്ള ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇനി മുന്നോട്ടുള്ള ഒരു പ്രമോഷന് ഒരു സാധ്യത എന്ന് വെച്ചാൽ അതിൻ്റെ ഡേറ്റുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിരിക്കുമായിരുന്നു. ഇനി സർവീസ് ചെയ്യുന്നില്ല, ഇവിടം കൊണ്ട് ഞാൻ ജോലി നിർത്തുക എന്നൊക്കെയുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷേ ഈ ഒരു ഉടമ്പടിയിൽ കൂടി, ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി അദ്ദേഹത്തിന് സ്വയം മനസ്സ് വരികയും അത് വീണ്ടും ചെയ്യണം. അത് വലിയ ടാസ്കുകളായിരുന്നു. ഒത്തിരി ഫിസിക്കലായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതികളും ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും ഓരോ ഘട്ടങ്ങളിലും മാതാവ് തന്നെ കൂടെ ഇരുന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയം തേടി മാതാവ് തന്നെ എല്ലാ ടെസ്റ്റുകളും പരീക്ഷകളും എല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഏകദേശം ഒരു 6 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ 6 മാസം കൊണ്ട് തന്നെ എല്ലാ ടെസ്റ്റുകളും ആദ്യം മുതലേ മുടങ്ങിക്കിടന്ന പ്രൊമോഷൻ്റെ എല്ലാ ടെസ്റ്റുകളും ഒരു 6 മാസം കൊണ്ട് തന്നെ 3 ട്രെയിനിങ്ങും 2-3 ടെസ്റ്റുകളും എല്ലാം ഈ 6 മാസത്തിനുള്ളിൽ തന്നെ അത് അദ്ദേഹം എഴുതി അത് പാസ്സാകുകയും ഫിസിക്കൽ ടെസ്റ്റും എല്ലാം ക്ലിയർ ചെയ്യും. ഒരിക്കലും അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. സർവീസ് തീർന്നു എന്ന് തന്നെ വിചാരിച്ചിരുന്ന സ്ഥാനത്ത് മാതാവ് ഇടപെട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എങ്കിലും അദ്ദേഹം ആ കോഴ്സുകളെല്ലാം ഫിസിക്കൽ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് അദ്ദേഹം കഴിഞ്ഞ മാസവും പ്രമോഷനുമായി. അങ്ങനെ അതും ഞങ്ങൾക്ക് മൂന്നാമത്തെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചത്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച ഈ 2011 കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം 2020 വരെ പോയ കാലയളവിലെ പ്രയാസങ്ങളെല്ലാം ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 5 വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും എല്ലാം മാറി. ഇത്രയും വലിയൊരു അനുഗ്രഹത്തിൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയം തേടിയത് മൂലം ഇത്രയും വലിയ അനുഗ്രഹങ്ങളിൽ കൂടി ദൈവം ഞങ്ങളെ വഴി നടത്തിയെന്ന് ഞാൻ പൂർണ്ണമായും സാക്ഷ്യം ചെയ്യുന്നു. ദൈവമാതാവിൽ കൂടുതൽ ഞങ്ങൾ അഭയം തേടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്. ഞാൻ കലഞ്ഞൂർ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിലൂടെ മാതാവിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ച എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവിനും തിരുകുമാരനും 1000 കൂടി നന്ദി പറയുന്നു. കുമ്പസാരങ്ങൾ ഒന്നും മുടക്കാറില്ല. ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു 90% വരെയും ചെയ്തു. കുമ്പസാരം ചെയ്യുക, വിശുദ്ധ കുർബാന അനുഭവിക്കുക, ധ്യാനങ്ങൾ കൂടുക, അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബ് വഴി കേൾക്കുക, അത് ഷെയർ ചെയ്യുക, അതൊക്കെ ഞങ്ങൾ മാക്സിമം ചെയ്തു.
ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൂടാതെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ രോഗികളെ സന്ദർശിച്ചു. ഞങ്ങളുടെ ബന്ധത്തിലുള്ള രോഗികളായി കിടക്കുന്നവരെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെയും ചെയ്തു. അതുപോലെ തന്നെ പത്രം മേടിച്ചു ഞങ്ങളത് ഹോസ്പിറ്റലിലൊക്കെ പോയി വിതരണം ചെയ്യുകയും അത് പല ആൾക്കാർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ, കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത ദൈവമാതാവിനെ ഞങ്ങൾ 1000 നന്ദി പറയുന്നു. വീണ്ടും അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയം തേടുകയും ചെയ്യുന്നു.